ലോകസമുദ്ര വ്യാപാരത്തിൽ തന്നെ കേരളത്തിന്റെ വാതിലായി വിഴിഞ്ഞം തുറമുഖം ഇന്ന് തുറക്കുകയാണ്. അഭിമാന പദ്ധതിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ലാണ്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷമാണ് രാജ്യത്തിന് തുറമുഖം സമർപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് ചെയ്യും. അദ്ദേഹം തുറമുഖത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഹെലിപാഡിലിറങ്ങിയ അദ്ദേഹം വിഴിഞ്ഞം തുറമുഖം നടന്നു കാണുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേദിയിൽ മറ്റുള്ള ആളുകൾ എല്ലാവരും എത്തിച്ചേർന്നു. ഇനി മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലേക്ക് എത്തും. അതിനുശേഷം വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് നടക്കും. അത് രാജ്യത്തിന് സമർപ്പിക്കും എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി വലിയ കൂറ്റൻ കപ്പൽ അവിടെ അദ്ദേഹം സ്വീകരിക്കും. MSCയുടെ കപ്പലാണ് സ്വീകരിക്കുന്നത്. വലിയ കനത്ത സുരക്ഷയിലാണ് പരിപാടികൾ നടക്കുന്നത്. നിരവധി ആളുകളെ രാവിലെ 7 മണിയോടെ തന്നെ നിരവധി ആളുകളെ ഇതിന് സാക്ഷിയാകാൻ വേണ്ടി അങ്ങോട്ട് എത്തിച്ചിരുന്നു. ജനങ്ങൾ അത്രത്തോളം എത്തുന്നുണ്ട്. നേരത്തെയും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രിയെ അങ്ങോട്ട് എത്തിക്കുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ജനപ്രതിനിധികൾ 2 എംപിമാരുണ്ട്. ശശി തരൂരും ജോൺ ബ്രിട്ടാസും ഉൾപ്പെടെയുള്ള എംപിമാർ എത്തിച്ചേർന്നിരിക്കുന്നു. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശശി തരൂരും വിൻസെന്റ് MLA മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെതായിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നു വന്ന വലിയ വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങൾക്കിടയിൽ കൂടെയുമാണ് വിഴിഞ്ഞം രാജ്യത്തിന് സമർപ്പിക്കുന്നത്. ഒപ്പം ആര്യ രാജേന്ദ്രൻ മേയർ, റഹീം MP തുടങ്ങി ജനപ്രതിനിധികളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. BJP പ്രതിനിധീകരിച്ച് രാജീവ് ചന്ദ്രശേഖരൻ എത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണവും ഉണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ വേദിയിലുള്ളതിനെ വലിയ എതിർപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായുള്ള മന്ത്രിമാർ പ്രതികരിച്ചിരുന്നത്. നിരവധി ആളുകൾ, ഗൗതം അദാനി അങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി പ്രധാനമന്ത്രി എത്തുന്നു. 11 മണിയോടെ രാജ്യത്തിന് വിഴിഞ്ഞം സമർപ്പിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നാണ്. അദാനി എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഇല്ലെങ്കിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും അങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. തുറമുഖം നാടിന് സമർപ്പിക്കുന്നതിന് സാക്ഷിയാകാൻ നിരവധി ആളുകളും അങ്ങോട്ട് എത്തിച്ചേരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ പ്രതിനിധി നിരവധി ആളുകളോട്, തിരുവനന്തപുരത്തുള്ളവർ മാത്രമല്ല അതിന് പുറത്തുള്ള ആളുകൾ കൂടി അങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എത്തും അല്ലേ? അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എത്തും. ഇപ്പോൾ കരൺ അദാനിയും വേദിയിൽ എത്തിയിരിക്കുകയാണ്. റഹീം MPയോടും അതോടൊപ്പം തന്നെ മേയർ ആര്യ രാജേന്ദ്രനുമായും അദ്ദേഹം സംസാരിക്കുകയാണ്. ഈ രാജ്യം തന്നെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ചടങ്ങിന് ഈ ഒരു 12 മിനിറ്റ് കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. SPGയുടെ പ്രോട്ടോകോൾ പ്രകാരം അത് കൃത്യം സമയം പാലിക്കണം. പ്രധാനമന്ത്രി 10:30 കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഹെലിപാഡിൽ ഇറങ്ങി നേരെ ഈ പോർട്ടിന്റെ ഈ ടെക്നിക്കൽ സംവിധാനങ്ങൾ ഉള്ള മുറിയിലാണ് ഉള്ളത്. നിലവിൽ കുറച്ച് സമയത്തിനുള്ളിൽ നിന്ന് തന്നെ ഈ വേദിയിലേക്ക് എത്തും. നമുക്കറിയാം വിഴിഞ്ഞം പോർട്ട് ഒരു ട്രാൻസ്ഷിപ്പ് പോർട്ടാണ്. അവിടെ എത്തുന്ന ഈ കപ്പലുകൾ, അതിൽ നിന്നുള്ള കണ്ടെയ്നറുകളെല്ലാം തന്നെ ഈ ഓട്ടോമാറ്റിക് സംവിധാനം ഉപയോഗിച്ചാണ് അതത് പോർട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത്. പിന്നീട് അഭിമാനമാകുന്നു വിഴിഞ്ഞം. സാധ്യത തൊടുന്നോളൂ. ധന്യ, ഈ സംവിധാനങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്നപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഈ ഭൂരിഭാഗം ഈ ഓപ്പറേറ്റർമാരും വനിതകളാണ്. അതും ഈ വളരെ ചെറു പ്രായത്തിലുള്ള യുവതികളും പെൺകുട്ടികളും ആയ ആളുകളാണ് ഉള്ളത്. അവരുമായി അല്പസമയം പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ വേദിയിലേക്ക് ഈ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഒരുമിച്ചാണ് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ
എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചടങ്ങുകൾക്ക് തുടക്കമാകും. 3 പേർ മാത്രമാണ് ഈ സംസാരിക്കുക. ഈ തുറമുഖ മന്ത്രി VN വാസവൻ സ്വാഗത പ്രഭാഷണം നടത്തും. 3 മിനിറ്റ് മാത്രമാണ് സ്വാഗത പ്രഭാഷണമുള്ളത്. പിന്നീട് 5 മിനിറ്റ് മുഖ്യമന്ത്രി സംസാരിക്കും. പിന്നീട് 45 മിനിറ്റാണ് പ്രധാനമന്ത്രി സംസാരിക്കുക. ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. അത് പദ്ധതി നിർവഹിച്ചിരിക്കുന്നത് അദാനിയാണ്. ഇപ്പോൾ ഈ ചെലവായതിന്റെ ഭൂരിഭാഗവും 70% ഈ സംസ്ഥാന സർക്കാരാണ് ഈ ചിലവഴിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മറ്റ് ഇത് 2000 കോടിയോളം രൂപ ചിലവാക്കിയിരിക്കുന്നത് ഈ അദാനിയാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ കാര്യമായ ഫണ്ടൊന്നും തന്നെയില്ല. അത് വായ്പ എന്ന നിലയ്ക്ക് ഒരു 718 കോടി രൂപ നൽകുകയാണ് ചെയ്തത്. ഇത് തിരിച്ച് നൽകണം. ഇനി ഈ ഗാബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് മുഖേന കൂടുതൽ പണമോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ ഇനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിഴിഞ്ഞം പോർട്ടിന് ഈ കൂടുതൽ പണം അനുവദിക്കുമോ, അങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നെല്ലാം തന്നെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന് കാണുകയാണ്. കാരണം ഇത് ഈ കേരളത്തിന്റെ മാത്രം ഈ വികസനം അല്ല, മറിച്ച് അത് രാജ്യത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി മാറുകയാണ്. കാരണം ഇത്രയേറെ സാധ്യതയുള്ള മറ്റൊരു പോർട്ടില്ല. ഇപ്പോൾ ഗുജറാത്തിലെ മുദ്ര പോർട്ടെല്ലാം വലിയ പോർട്ടാണെങ്കിലും ഈ അന്താരാഷ്ട്ര കപ്പൽചാലിലേക്ക് 230 കിലോമീറ്റർ ദൂരം മുദ്ര പോർട്ടിൽ നിന്നും ഉണ്ട്. പക്ഷേ ഇത് വെറും 235 നോട്ടിക്കൽ മൈല് ഉണ്ട് ഉള്ളത്. അതാണ് ഈ ലോജിസ്റ്റിക് തുറമുഖത്തേക്ക് ഉള്ളത്. അതാണ് ഈ ലോജിസ്റ്റിക് കമ്പനികളെല്ലാം തന്നെ ആകർഷിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര കപ്പൽ കപ്പൽചാലിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്താം എന്നുള്ളതാണ്. മറ്റൊന്ന് ഇവിടത്തെ സംവിധാനങ്ങൾ തന്നെയാണ്. കാരണം ഇത്രയധികം കണ്ടെയ്നറുകൾ ഇവിടെ ഇപ്പോഴത്തെ നിലയനുസരിച്ച് 10 ലക്ഷം കണ്ടെയ്നറുകൾ വരെ ഈ കൈകാര്യം ചെയ്യാനുള്ള ഈ കപ്പാസിറ്റി ഉണ്ട്. ഇത് പൂർണ്ണ തോതിൽ അടുത്ത ഘട്ടം കൂടി പണി പൂർത്തിയാകുന്നതോടുകൂടി അത് 30 ലക്ഷം കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന് ഇവിടെയുള്ള സ്വാഭാവിക ആഴം തന്നെയാണ്. ഈ സാധാരണഗതിയിൽ ഈ പോർട്ട് നിർമ്മിക്കുമ്പോൾ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ആഴം കൂട്ടുകയും അത് ആഴം കൂട്ടിയാലും ഈ കാര്യമായി വലിയ കപ്പലുകൾക്ക് അടുക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി പല പോർട്ടുകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ 20 മീറ്റർ ആഴമാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ഉള്ളത്. അതുകൊണ്ട് ഏത് പടുകൂറ്റൻ കപ്പലുകളും ഇങ്ങോട്ട് എത്താൻ കഴിയുമെന്നുള്ളതാണ്. 25,000 കണ്ടെയ്നറുകൾ വരെ വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾ ഇങ്ങോട്ട് ഇതിനകം എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാ കപ്പലുകൾക്കും ഇങ്ങോട്ട് എത്താൻ കഴിയുന്നു. അന്താരാഷ്ട്ര കപ്പൽചാലിൽ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു തുറമുഖം. ഈ 2 ഘടകങ്ങളാണ് ഏറ്റവും ആകർഷകമായത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ വികസന സാധ്യത വലിയ തോതിൽ മാറുമെന്നതിൽ സംശയമില്ല. നേരത്തെ ധനമന്ത്രി നമ്മളുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഇനി അത് GST വരുമാനമായാലും മറ്റ് എല്ലാ തരത്തിലും ഈ കേരളത്തിന്റെ ഭാവിക്ക് വലിയ മുതൽക്കൂട്ടാവും. പക്ഷേ ഇപ്പോൾ വലിയ തോതിൽ കേരളം നിക്ഷേപം നടത്തിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് ഈ ഒരു ലാഭത്തിലേക്ക് എന്ന തരത്തിൽ പോകും. 2034 കൂടിയാണ് ഇത് സംസ്ഥാന സർക്കാരിന് ഈ പോർട്ടിൽ നിന്ന് വിഹിതം ലഭിച്ച് കൊണ്ടിരിക്കുക. ഇപ്പോൾ ഉള്ളതിന്റെ ലാഭവിഹിതമെല്ലാം തന്നെ അദാനിയാണ് എടുക്കുക. എന്നാൽ 2034 കൂടി ഇത് സംസ്ഥാന സർക്കാരിലേക്ക് കൂടി ലഭിക്കുന്ന ശതമാനം എന്നുള്ളതാണ് എന്തായാലും ഈ വലിയ സർക്കാരിൻ്റെതായി മാറുക എന്നുള്ളതാണ്. എന്തായാലും ഈ വലിയ ഒരു നേട്ടത്തിനാണ് വലിയ പ്രതിസന്ധികൾ, അത് ഈ കാലാവസ്ഥ മൂലമുള്ള പ്രതിസന്ധികൾ ഓക്കി അടിച്ച് വീശിയതാണ്. അതിൻ്റെ വലിയ ദുരന്തം വഹിച്ച ഒരു മണ്ണ് കൂടിയാണ് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങൾ. അതോടൊപ്പം വലിയ പ്രളയം ഉണ്ടായി. ഇതുകൂടാതെ കോവിഡ് ഉണ്ടായി. അങ്ങനെ പണി നിർത്തിവെക്കേണ്ടി വന്നു. ഇതുകൂടാതെ ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് പാറയും എംസാൻഡും എല്ലാം ലഭിക്കുന്നതിനുള്ള വലിയ പ്രതിസന്ധി നേരിട്ടു. ഇതെല്ലാം മറികടന്നുകൊണ്ട് 1ാം ഘട്ടം വളരെ സുസജ്ജമായി പൂർത്തീകരിച്ചു. അതാണ് ഇന്ന് നാടിന് സമർപ്പിക്കുന്നത് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഈ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്താനുള്ളത്. പ്രധാനമന്ത്രി തുറമുഖത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു 6-7 മിനിറ്റിനകം തന്നെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ശരി, സാജിദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി
വേദിയിലേക്ക് എത്തും. വിഴിഞ്ഞം നാടിന് സമർപ്പിക്കും. അതിനായിട്ടുള്ള മറ്റുള്ള ആളുകളെല്ലാവരും വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി മുഖ്യമന്ത്രി എത്തേണ്ടതുണ്ട്. എല്ലാ രീതിയിലും സജ്ജമായിരിക്കുന്നു ഉദ്ഘാടനത്തിനായി വിഴിഞ്ഞം. ഏറെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അവസാനമാണ് രാജ്യത്തിന് വിഴിഞ്ഞം സമർപ്പിക്കുന്നത്. ഉദ്ഘാടന പരിപാടിയിൽ പ്രമുഖർ പങ്കെടുക്കുന്നു. വിവിധ മേഖലകളിലുള്ള ആളുകൾ ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്നു. രാജ്യത്തിന് വിഴിഞ്ഞം സമർപ്പിക്കുന്നതിന് സാക്ഷിയാകാൻ നിരവധി ജനങ്ങളും അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നുടനീളം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാണ്ട് 10,000 ആളുകളെ ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിലാണ് സദസ്സ് ക്രമീകരിച്ചിരിക്കുന്നത്.